വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തെ വീണ്ടും പിളർത്തി അത് പരിപൂർണമായി നശിപ്പിക്കാനുള്ള BJP ശ്രമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നീക്കവുമായി കോൺഗ്രസും NCPയും രംഗത്തെത്തുകയാണ്. കോൺഗ്രസും NCPയും കൃത്യമായി പറയുകയാണ്, ബാൽ താക്കറെയുടെ പിൻഗാമി ഉദ്ധവ് താക്കറെ തന്നെയാണ്. ശിവസേന മതേതര നിലപാട് സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് വർഗീയവാദിയായി മാറിക്കഴിഞ്ഞ ഏക്നാഥ് ഷിൻഡെയ്ക്കും കൂട്ടർക്കും അത് ദഹിക്കുക പ്രയാസമുള്ള കാര്യം തന്നെയാണ്. കാരണം ഏക്നാഥ് ഷിൻഡെയുടെ ചിന്തകളല്ല സഞ്ജയ് റാവത്തിനും ഉദ്ധവ് താക്കറേക്കും ആദിത്യ താക്കറേക്കുമുള്ളത്. ബാൽ താക്കറെ എടുത്ത തീരുമാനങ്ങൾ തെറ്റാണ് എന്ന് ഒരിക്കലും ഉദ്ധവ് താക്കറെയോ ആരും തന്നെ പറഞ്ഞിട്ടില്ല. അത് കോൺഗ്രസും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബാൽ താക്കറെ നരേന്ദ്രമോദിയുടെ നീക്കങ്ങളെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ പരിപൂർണമായി എതിർത്തേനെ എന്നാണ് കോൺഗ്രസ് നേതൃത്വവും ശരത് പവാറും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദ്ധവ് താക്കറെയുടെ കൂടെ 9 MPമാരിൽ 7 എണ്ണത്തിനെയും ഷിൻഡെയുടെ പക്ഷത്തേക്ക് ചാടിക്കാൻ വേണ്ടിയുള്ള നീക്കം ജനാധിപത്യത്തിലേക്കുള്ള കടന്നുകയറ്റമായി തന്നെ കണക്കാക്കണം. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സഞ്ജയ് റാവത്ത്. റാവത്തിന് കൃത്യമായും BJPയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. രാജ്യസഭാ കാലാവധി അവസാനിച്ചാൽ ഇനി റാവത്ത് തെക്ക് വടക്ക് നോക്കിയിരിക്കുമെന്ന് പരിഹസിച്ച ഫഡ്നാവിസിനോട് പറഞ്ഞിരിക്കുന്നത് തെറ്റായ രീതിയിൽ ജനാധിപത്യത്തെ ചവറ്റുകുട്ടയിൽ എറിഞ്ഞുകൊണ്ട് താൽക്കാലികമായി EVMൽ നടത്തിയ തിരിമറി എക്കാലത്തും നിങ്ങളെ മുഖ്യമന്ത്രി പദവിയിൽ ഇരുത്തില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് സഞ്ജയ് റാവത്ത്. റാവത്തിനെ പലതവണയായി കൊടുക്കാൻ BJP നേതൃത്വം ശ്രമിക്കുന്നുണ്ട്. പല കേസുകളിലും അകത്താക്കാൻ വേണ്ടി റാവത്തിനെതിരെ നങ്കൂരമിടുകയാണ് EDയും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമെന്ന് വ്യക്തമാണ്. ഉദ്ധവിനെയും റാവത്തിനെയും പൂട്ടാൻ എന്താണ് വഴിയെന്നാണ് തലപുകഞ്ഞിരുന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ആലോചിക്കുന്നത്. ശിവസേനയെ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ ശ്രമിച്ചാലും ഉദ്ധവിനെ ഒരു രീതിയിലും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് കലി ഇരട്ടിച്ചത്. ഏതായാലും ആദിത്യ താക്കറെയാണ് ഇപ്പോൾ അവരുടെ പ്രധാന ടാർഗറ്റ്. എന്നാൽ ആദിത്യ താക്കറെ കോർപ്പറേറ്റുകൾക്കെതിരെ, പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകളായിട്ടുള്ള അദാനി ഗ്രൂപ്പിനെതിരെ നീക്കങ്ങൾ നടത്തുകയാണ്. താനെയിലെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ധാരാവിയിലെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും BJP നേതൃത്വത്തിനെതിരെ കോർപ്പറേഷൻ അഴിമതി നടത്തിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആദിത്യ താക്കറെ.